കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ പോലീസ് ഓഫീസിന് ISO സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ പോലീസ് മേധാവി ആനന്ദനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ISO സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകി വരാറുള്ളത്. ശ്രീ ശ്രീകുമാർ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കും. ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉതകുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പോഴിവിടെയുണ്ട്. ഞങ്ങൾ കയറി കണ്ടതാണ്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് പിടിച്ചാൽ അവരെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഓഫീസ്, അതോടൊപ്പം എല്ലാ സംവിധാനങ്ങളും ഇവിടെ വന്നാൽ, ഈ ഓഫീസിൽ വന്നാൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംവിധാനമാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ ഇന്ന് നിലവിൽ വരാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ജില്ലാ പോലീസ് ഓഫീസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാൻ കാരണം. ഇന്ന് കേരള പോലീസ് ഒരു പുതിയ പദ്ധതി ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി, മൈ പോലീസ് സ്റ്റേഷൻ. എല്ലാവർക്കും തോന്നണം തങ്ങളുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷൻ എൻ്റെ പോലീസ് സ്റ്റേഷനാണ്. ഇറ്റ് ഈസ് മൈ പോലീസ് സ്റ്റേഷൻ. എൻ്റെ പോലീസ് സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന സേവനം മെച്ചമാണ്. ഞങ്ങൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നന്നായി വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശം കൊടുത്ത എല്ലാ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ വൃത്തിയാക്കി. സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന എല്ലാ തുരുമ്പ് പിടിച്ച വാഹനങ്ങളും തൂക്കി വിറ്റ് അതിൻ്റെ കാശ് ഗവൺമെന്റിലേക്ക് അടച്ച് പരിസരങ്ങൾ ശുചീകരിച്ച് പോലീസ് സ്റ്റേഷനുകൾ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി അവിടെ വരുന്ന ജനങ്ങൾക്ക് ഇരിക്കാൻ കസേര അല്ലെങ്കിൽ ബെഞ്ച്